ഹലോ നമസ്കാരം എല്ലാവർക്കും M4 ഓട്ടോടെക്കിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. വളവ് തിരിയുമ്പോൾ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ അല്ലെങ്കിൽ ഹമ്പുകളും മറ്റും ചാടുമ്പോൾ ഏത് ഗിയറാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇത് അറിയാവുന്നവർക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്ന 3 സാഹചര്യത്തിൽ ഇന്ന ഗിയറിൽ വണ്ടി സെലക്ട് ചെയ്ത് ഓടിച്ചു പോകണമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം വണ്ടി ഫേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഏത് സ്പീഡാണോ ആ സ്പീഡ് അനുസരിച്ചുള്ള ഗിയർ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്ത് പോകേണ്ടത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് എടുത്ത് നോക്കാം. വളവുകൾ തിരിയുമ്പോൾ ഏത് ഗിയറാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വളവുകൾ എന്ന് വെച്ചാൽ പല രീതിയിലുള്ള വളവുകളുണ്ട്. നമ്മൾ ഹൈവേ കൂടെ പോകാൻ നേരത്ത് ഒരു ചെറിയ വളവുകൾ കാണും, പിന്നെ S ആകൃതിയിലുള്ള, അപ്പോൾ യു ടേൺ എടുക്കണം. പിന്നെ നമ്മൾ ഹൈവേ കൂടെ പോകുന്ന നേരത്ത് ഹൈവേന്ന് ഒരു ഇട റോഡിലേക്ക് കയറാൻ നേരത്ത് 90 ഡിഗ്രി ആംഗിളിലുള്ള വളവുകളൊക്കെ ആയിരിക്കും. അപ്പം പല രീതിയിലുള്ള വളവുകളുണ്ട്. അപ്പം ഓരോ വളവിലും ഓരോ ഗിയറുകൾ, ഓരോ സ്പീഡ് റേഞ്ചും ആയിരിക്കും, ഓരോ ഗിയറുകളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സാഹചര്യത്തിനനുസരിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ ഹൈവേ കൂടെ ഒരു ടോപ്പ് ഗിയറിൽ ഹൈവേ കൂടെ പോകാൻ നേരത്ത് ചെറിയൊരു വളവാണെങ്കിൽ നമ്മൾ ടോപ്പ് ഗിയറിൽ തന്നെ വളച്ച് പോകാൻ സാധിക്കും. പിന്നെ അതിലും കുറച്ചും കൂടെ ടേൺ ചെയ്തെടുക്കുന്ന ഒരു വളവാണെങ്കിൽ നമുക്ക് ആ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യുക, നേരെ ടോപ്പിൽ നിന്ന് നേരെ ഫോർത്തിലോട്ടിട്ട് സ്ലോ ചെയ്ത് പോകാൻ സാധിക്കും. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ് ഹൈവേന്ന് ഒരു ഇട റോഡിലോട്ട് 90 ആംഗിളിൽ ഉള്ള ഒരു ടേണിങ് ആണെങ്കിൽ നമുക്ക് വണ്ടി ഒന്ന് നിർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിലിട്ട് എടുക്കാവുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, വണ്ടി നിർത്തിയെടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ എടുക്കാവുള്ളൂ. അല്ലാതെ ഒന്ന് ജസ്റ്റ് സ്ലോ ചെയ്ത് ഒരു 20 സ്പീഡാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് വണ്ടി വളച്ച് എടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇപ്പം പറഞ്ഞാണ് നമ്മൾ ഹൈവേ കൂടെ പോകാൻ നേരത്ത് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഇട റോഡെങ്കിൽ നമുക്ക് വണ്ടി അവിടെ നിർത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടായിരിക്കും വണ്ടി പറയുന്ന വരുന്ന വണ്ടി നോക്കിയിട്ട് വേണം നമുക്ക് വളച്ചെടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടിയെല്ലാം ക്ലിയർ ആയതിനു ശേഷം വണ്ടി ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി വളച്ച് വഴിയിലേക്ക് കയറുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് റേഞ്ചിനെ ആശ്രയിച്ചിരിക്കും വളവുകൾ തിരിയുമ്പോഴുള്ള ഗിയർ സെലക്ഷൻസ്. അത് ഇന്ന ഗിയർ എന്ന് നമുക്ക് പ്രത്യേകം എടുത്ത് പറയാൻ സാധിക്കത്തില്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ സിറ്റുവേഷൻ, അതായത് കയറ്റങ്ങളിലൊക്കെ ഏത് ഗിയറാണ് സെലക്ട് ചെയ്യുന്നത്. അവിടെ ഇതേപോലെ തന്നെയാണ്, വണ്ടിയുടെ സ്പീഡിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ ഗിയർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കാറിൽ 2 പേരേ ഉള്ളൂ, ഒരു 50 റേഞ്ച് സ്പീഡിൽ 50 അല്ലെങ്കിൽ 60 റേഞ്ച് സ്പീഡിൽ നമ്മൾ ടോപ്പ് ഗിയറിൽ വരുവാണ്. അപ്പം ചെറിയൊരു കയറ്റമാണ്, ആ പാലത്തിൽ നമ്മൾക്ക് കയറി പോകാൻ സാധിക്കും ടോപ്പ് ഗിയറിൽ തന്നെ. പിന്നെ നമുക്ക് വണ്ടിയിൽ ആള് കൂടുകയാണെങ്കിൽ, ഇപ്പോൾ ആ ഫുള്ള് കപ്പാസിറ്റി ആയിട്ട് ലോഡ് വരുവാണെങ്കിൽ, അപ്പോൾ 5 പേരിരിക്കുന്ന വണ്ടിയാണെങ്കിൽ 5 പേര് ഉണ്ടെങ്കിൽ നമുക്ക് ആ കയറ്റം ചിലപ്പോൾ ടോപ്പ് ഗിയറിൽ കയറാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ഗിയർ ഡൗൺ ചെയ്ത് ഫോർത്തിലിട്ടോ, അതും കയറത്തില്ലെങ്കിൽ നമ്മൾ തേർഡിലോട്ട് ഡൗൺ ചെയ്തിട്ടായിരിക്കണം കയറ്റേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ആക്സലേഷൻ കൊടുക്കാൻ നേരത്ത് വണ്ടി ആ കയറ്റം കയറുന്നില്ലെങ്കിൽ ഉടനെ ഗിയർ ഡൗൺ ചെയ്തായിരിക്കും എടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ ഹമ്പുകളിൽ കയറുമ്പം പല ടൈപ്പ് ഹമ്പുകളുണ്ട്. നല്ല ഹൈറ്റുള്ള ഹമ്പുകളുണ്ട്, റോഡിന് സമാനമായിട്ട് കുറച്ച് പൊങ്ങിയിരിക്കുന്ന ഹമ്പുകളുണ്ട്. ഈ റോഡിന് നിരപ്പായിട്ടിരിക്കുന്ന ഹമ്പുകൾ നമുക്ക് ഇപ്പോൾ ടോപ്പ് ഗിയറിലാണ് വണ്ടി വരുന്നതെങ്കിൽ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. അതിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റുള്ള ഹമ്പാണെങ്കിൽ നമ്മൾ ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡിൽ ഇട്ടിട്ടായിരിക്കും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നത്. അത് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ ഹമ്പുകളുള്ള ഈ റെയിൽവേ ട്രാക്കിൻ്റെയൊക്കെ മുന്നിലായിട്ട് ഒന്നിൽ കൂടുതൽ ഹമ്പുകൾ കാണും, ഇങ്ങനെ ചാടി പോകും. അപ്പം ആ ഹമ്പുകളിൽ നമ്മൾ എപ്പോഴും ഒന്നെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിരിക്കും ഉണ്ടാവും, വണ്ടി നിന്നില്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ എടുത്തു പോകാൻ നോക്കുക. അപ്പോൾ ഈ സിറ്റുവേഷനിലെല്ലാം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഗിയർ ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക, ഗിയർ ഡൗൺ ചെയ്യുക. അപ്പം ഗിയർ സ്കിപ്പിംഗ് എന്നുണ്ട്, അതായത് ഇപ്പം ടോപ്പ് ഗിയറിൽ നിന്ന് നേരെ നമുക്ക് സെക്കൻഡ് ഗിയറിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ക്ലച്ച് ചവിട്ടിയിട്ട് വേണം ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അതെങ്ങനത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നു, നമ്മൾ ആ വണ്ടിയുടെ പുറകെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നു, 50 മൈൽ സ്പീഡിലാണ് പോകുന്നത്, ടോപ്പ് ഗിയറിലായിരിക്കും എടുക്കുന്നത്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി എന്തെങ്കിലും സാഹചര്യം കൊണ്ട് വണ്ടി നിർത്തുവാണെങ്കിൽ നമ്മൾക്കും അവിടെ നിർത്തേണ്ടി വരും. അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ സ്ലോ ചെയ്യാൻ നിർത്തേണ്ടി വരും. സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വണ്ടിക്ക് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ
ടോപ്പ് ഗിയറിൽ നിന്ന് നേരെ സെക്കൻഡ് ഗിയറിലോട്ട് കൊണ്ടുവന്നിട്ട് വണ്ടി പയ്യെ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതാണ് ഗിയർ സ്കിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം ഗിയർ സ്കിപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഗിയർ സ്കിപ്പിംഗ് കറക്റ്റായിട്ട് പ്രയോഗിച്ചില്ലെങ്കിൽ വണ്ടിയുടെ ക്ലച്ചിന് തേയ്മാനം വരാനും പ്രോബ്ലം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ രണ്ടാം പാർട്ട് വരുന്നുണ്ട്. അത് കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.